നിങ്ങൾക്കായിട്ടുള്ള ഡിവൈൻ മെസ്സേജ് 5 ഓഫ് വാൻസിന്റെ എനർജി റിവേഴ്സ് പറയുന്നു. നിങ്ങളും അവരും തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു. ബീങ് ഓവർലി കോമ്പറ്റീറ്റീവ് എന്നുള്ളൊരു എനർജിയാണ് കാണിക്കുന്നത്. ഇന്ന് നിങ്ങളും അവരും സെപ്പറേഷനിലാണ്. നോട്ട് ഫോളോയിങ് ദി റൂൾസ് എന്നുള്ളൊരു എനർജിയാണ്. ഇവിടെ നിങ്ങളാണ് ഇപ്പോൾ അവരെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, താൽക്കാലികമായിട്ട് മാറി നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വേൾഡ് റിവേഴ്സ് പറയുന്നു, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഷോർട്ട് കട്ട് സ്വീകരിക്കുകയാണ്. അവർക്ക് ജീവിതത്തിൽ ഒരു ബാലൻസ് വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇന്ന് അവരാണ് നിങ്ങളെ ഫോളോ ചെയ്യുന്നത്, നിങ്ങളിലേക്ക് അടുക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഇന്ന് കംപ്ലീറ്റ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ അവരിലുണ്ടെന്ന് പറയുന്നു. അൺഫിനിഷ്ഡ് ടാസ്ക് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. അവർ ചെയ്തിട്ടുള്ള തെറ്റ് മൂലമാണ് അവരിലെ പ്ലാനിങ്ങുകൾ ഡിലേ വന്നിട്ടുള്ളതെന്ന് പറയുന്നു. അൺമെറ്റ് ഡ്രീംസ് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഏസ് ഓഫ് പെന്റക്കിൾ റിവേഴ്സ് പറയുന്നു, സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ നിങ്ങളുടെ ബന്ധത്തിൽ വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങളിന്ന് മാറിപ്പോയതിനു ശേഷം അവരിലേക്ക് ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ലോസ് വന്നിട്ടുണ്ട്. റിസ്ക് എടുത്തുകൊണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ അവർക്ക് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് പോലും ഇവിടെ സാധ്യമായിട്ടില്ല എന്നാ പറയുന്നത്. നിങ്ങളോട് ചെയ്തിട്ടുള്ള തെറ്റ് തന്നെയാണ് അവരിലേക്ക് ഒരു നഷ്ടമായിട്ട് അവർ കാണുന്നത്. 8 ഓഫ് പെന്റക്കിൾ റിവേഴ്സ് പറയുന്നു, ഒരു എക്സ്പീരിയൻസ് ഇല്ലായ്മയാണ് അവരിലേക്ക് നഷ്ടങ്ങൾ വരുത്തിയതെന്ന്. ബേണിംഗ് ഔട്ട് എന്നുള്ളൊരു എനർജിയാണ്. ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ എന്ന വ്യക്തിയുടെ എനർജിയും അവർക്ക് ആവശ്യമുണ്ട് എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഇവിടെ അവർ നിങ്ങളിലേക്ക് വരുമ്പോൾ അവരെ തീരുമാനമെടുക്കാനായിട്ട് ചിന്തിപ്പിക്കുന്നത്. ഒരു എംപററെ പോലെ അവർ തീരുമാനമെടുക്കുന്നു, തോട്ട് ലീഡറെ പോലെ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നാണ്. അവരിലെ ഡിസിഷൻ മേക്കിങ്ങിനെയാണ് എംപറർ പറയുന്നത്. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് കാണിക്കുന്നത്. 2 ഓഫ് വാൻഡ്സ്, നിങ്ങളെന്ന വാണ്ടിനെ മുറുകെ പിടിച്ചിരിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജി. അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ ഒരു യാത്രയെ കാണിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് വരണമെന്ന് എത്രയും പെട്ടെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാൻ ഒരുങ്ങുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്യുക. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ കാര്യത്തെ മാനിഫെസ്റ്റ് ചെയ്യുക. ലോ ഓഫ് അട്രാക്ഷനിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും.